എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജിനൂസ് ഫിസിക്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ വീഡിയോ കൃത്യമായി നിങ്ങൾ കണ്ടിരിക്കണം. ഇനി എങ്ങനെയാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ എ കണ്ടക്ടർ. See, this is a conductor and which is having a length L. ഇതൊരു മെറ്റാലിക് കണ്ടക്ടർ, ഇപ്പോൾ കോപ്പർ ആകാം, അയൺ ആകാം, അലുമിനിയം, അങ്ങനെ ഓരോരോ മെറ്റാലിക് കണ്ടക്ടറിനും ഓരോരോ സ്വഭാവമാണ്. പൊതുവിലുള്ള സ്വഭാവമാണ് ഇലക്ട്രോൺസ് കൂടുതലുണ്ടായിരിക്കുക എന്നുള്ളത്. അതെല്ലാ കണ്ടക്ടേഴ്സിൻ്റെയും പ്രത്യേകതയാണ്. പക്ഷേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഓരോരുത്തരും വ്യത്യാസം വരും. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് എല്ലാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ കണ്ടക്ടറിൽ there are so many electrons and they are in thermal velocity. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണല്ലേ, ഇലക്ട്രോൺസ് എല്ലാം തെർമൽ വെലോസിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട്, ബാറ്ററിയോ ഇൻ സം എനി അതർ മെത്തേഡ് പോസിറ്റീവ് കൊടുക്കുന്നു. ഹിയർ ഐ ആം ഗിവിങ് പോസിറ്റീവ് and here negative supplied. അപ്പം അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ക്യാപിറ്റൽ ഇ. സോ ദാറ്റ് ദി ഫോഴ്സ് ഓൺ ദി ഇലക്ട്രോൺസ്, അല്ലേ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാകും, ഓരോ സ്ഥലങ്ങളിലും ഇലക്ട്രോൺസ് ഉണ്ടാകും, പോസിറ്റീവ് സെൻറ്ററുകൾ ഉൾപ്പെടെ ഉണ്ടാകും, അല്ലേ, ഇലക്ട്രോൺസ് ഉണ്ടാകും, പോസിറ്റീവ് സെൻറ്ററുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ശരിക്കും ആദ്യമേ ഈ ഇലക്ട്രോൺസ് തെർമൽ വെലോസിറ്റിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ നെറ്റ് വെലോസിറ്റി 0 ആയി മാറിയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പോസിറ്റീവും ഒരു നെഗറ്റീവും കൊടുത്തു കഴിയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസിന് ഫോഴ്സ് ലഭിക്കുന്നത്. ഫോഴ്സ് ഫിസിക്കൽ ടു ക്യു ഇ, അല്ലേ. ക്യു ഇ എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ഇ ഇ, ബിക്കോസ് ദി ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് മൈനസ് ഇ. സോ ദി നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദി ഫോഴ്സ് ഈസ് acting opposite to the direction of field. So every electron experiences this force opposite to this electric field. Suppose നമ്മൾ ഈ ഇലക്ട്രോൺ സങ്കല്പിക്കുക, ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് മൂവ് ചെയ്ത്, അപ്പോൾ ആദ്യം ഇതിന് തെർമൽ വെലോസിറ്റി ആയിരുന്നു. അപ്പോൾ തെർമൽ വെലോസിറ്റിയിലുള്ള ഈ ഒരു ഇലക്ട്രോൺ ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ വന്നതിന് ശേഷം, അല്ലേ, ഒരു പോസിറ്റീവ് സെൻട്രൽ വന്ന് കൊളൈഡ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇത് ഒരു പോസിറ്റീവ് സെൻട്രൽ വന്ന് കൊളൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതിനൊരു ഡ്രിഫ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഡ്രിഫ്റ്റ് ഉണ്ടായതിന് ശേഷം, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു പോസിറ്റീവ് സെൻറ്റർ ഉണ്ടെങ്കിൽ, ഇതിലൂടെ ഒന്ന് കൊളൈഡ് ചെയ്യുന്നു, അല്ലേ. കൊളൈഡ് ചെയ്യുമ്പോൾ ശരിക്കും ഇതിനൊരു ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ കൊളിഷൻ ആക്ച്വലി നടന്നതിന് ശേഷം ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്, അല്ലേ, ഈ ഒരു ഡയറക്ഷനിൽ. അപ്പോൾ ഈ കൊളിഷന് ശേഷം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ഇലക്ട്രോൺ ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യുന്നു തെർമൽ വെലോസിറ്റിയിൽ. ബട്ട് വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, ഒരു ഫോഴ്സ് ഇങ്ങനെ കിട്ടി
ഇതിങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഏതാണ്ട് ഇവിടെ എത്തുന്നു. അപ്പോൾ ഇത്രയും ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അതുപോലെ ഈ ഒരു കൊളിഷൻ സങ്കല്പിക്കുക. ഈ ഇലക്ട്രോൺ ഈ പോസിറ്റീവ് സെൻറ്ററിനെ ഒന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിങ്ങനെ വന്ന് ഇങ്ങോട്ടങ്ങ് മാറും. അപ്പോൾ ഇത്രയും ഷിഫ്റ്റായി, ഇത്രയും ഡ്രിഫ്റ്റായി, ഇവിടെ ഇത്രയും ഡ്രിഫ്റ്റായി. അതേപോലെ ഇങ്ങോട്ട് പോകുന്ന ഒരു ഇലക്ട്രോൺ, അങ്ങോട്ട് പോകുന്ന ഇലക്ട്രോൺ ഇങ്ങനെ ഒരു പരാബോളിക് പാത്ത് പോലെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ശരിക്കും അതിന് ഇത്രയും ഡ്രിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രിഫ്റ്റെല്ലാം ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ, ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് എൻഡിൻ്റെ അവിടെ നിന്ന് പോസിറ്റീവ് എൻഡിലേക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ വെലോസിറ്റിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ അല്ലേ. അപ്പോൾ എല്ലാണ് നമ്മൾ ലെങ്ത് ഓഫ് ദി കണ്ടക്ടറായിട്ട് കൊടുത്തിരിക്കുന്നത്, ലെങ്ത് ഓഫ് കണ്ടക്ടർ. അപ്പോൾ ശരിക്കും ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ബാക്കി ഇതിന് മുന്നിലുള്ള എല്ലാം ഇത് കടന്നിരിക്കും. പിന്നെ ഒരു ഇലക്ട്രോണും അതിൻ്റെ മുന്നിലില്ല, കാരണം ഈ ഇലക്ട്രോൺ ഈ എൻഡിലുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഈ എൻഡിൽ എത്തിച്ചേരുമ്പോൾ ബാക്കി ഒരു ഇലക്ട്രോണും അതിൻ്റെ മുന്നിലില്ല, എല്ലാം കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് അത് ട്രാവൽ ചെയ്ത ദൂരം എല്ലാണ്. സപ്പോസ് ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റി ഇവിടെ ഞാൻ ഒരു ടേം കൊടുക്കുന്നു. ലെറ്റ് എൻ ബി ദ number of electrons per unit volume, which means that in 1 meter cube volume there are small number of electrons. Okay, 1 meter cube volume അതാണ് ഈ കാണിച്ചത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദിസ് കണ്ടക്ടർ എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. ലെറ്റ് എ ബി ദ ഏരിയ ഓഫ് ദിസ് കണ്ടക്ടർ, ഏരിയ ഓഫ് കണ്ടക്ടർ, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര ഇലക്ട്രോൺസ് ഈ ഏരിയ കൂടെ ഇപ്പുറത്ത് വരുന്നു എന്നറിയണം. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ വിച്ച് ആർ ക്രോസിങ് ദിസ് ഏരിയ. അപ്പോൾ അതെനിക്കറിയണം. അപ്പോൾ അത് അറിയണമെങ്കിൽ എ ബി ദ ഏരിയ ഓഫ് കണ്ടക്ടർ, എൻ ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി വോളിയം? ആക്ച്വലി വോളിയം ഓഫ് കണ്ടക്ടർ, വോളിയം ഓഫ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ഏരിയ ആൻഡ് ടു ലെങ്ത്. Okay, then what are the total number of electrons is equal to, see this is number of electrons per unit volume. ഒരു മീറ്റർ ക്യൂബിൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ AL മീറ്റർ ക്യൂബിൽ എത്ര വരും? NaL. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ? അത് വേറെ അങ്ങോട്ടെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു NaL. ഇതറിയണം. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എത്രമാത്രം ടോട്ടൽ ചാർജ് ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. സോ ടോട്ടൽ ചാർജ് അല്ലേ, ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ NaL, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ചാർജും ലഭിച്ചു നമുക്ക് അല്ലേ, ടോട്ടൽ ചാർജ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദി കറണ്ട് പാസിങ് ത്രൂ ദിസ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ഒരു ഡയറക്ഷനിൽ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ഡ്രിഫ്റ്റ് പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് കറണ്ട്. ദിസ് ഡ്രിഫ്റ്റ് പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് കറണ്ട്. അതാണ് നമുക്ക് അറിയാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ എത്രമാത്രം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് ഇനി കാണേണ്ടത്. ഓക്കെ, സോ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സപ്പോസ് ഇത് മുതൽ ഇതുവരെ ട്രാവൽ ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ, ഇറ്റ് ഈസ് ട്രാവലിംഗ് ആൻഡ് ടേക്കിംഗ് ടി ടൈം if T is the
time taken for an electron from this end to this end. If t is the time taken by an electron to move along the conductor, ഈ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം ടി എന്നെടുത്താൽ എൽ ആണ് ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് ബൈ ദാറ്റ് ടൈം എന്തായിരിക്കും? അത് ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് വെലോസിറ്റി. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് കറണ്ട് ക്യൂ ഇസ് ഇക്വൽ ടു, ദിസ് ഈസ് ചാർജ്, ക്യൂ ബൈ ടൈം. ചാർജ് ബൈ ടൈം ഈസ് കാൾഡ് കറണ്ട്, നമുക്കറിയാം. ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് ഇ എൻ എ എൽ ഡിവൈഡ് ബൈ ടി. ഹിയർ എൽ ബൈ ടി is a quantity which gives the velocity from this to this. That velocity is called drift velocity. That is the average of all the drift. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഡ്രിഫ്റ്റുകളുടെ എല്ലാത്തിൻ്റെയും ആവറേജ് ആണ്. സോ ഐ ഈസ് ഇക്വൽ ടു, യു വിൽ ഗെറ്റ് ഐ ഈസ് ഇക്വൽ ടു, ദിസ് ഈസ് വി മൈനസ് ഇ എൻ എ വി. ദിസ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, വി ഡി എന്ന് നിങ്ങൾ വിളിക്കാം. സഫിക്സ് ആയിട്ട് ഡി കൊടുക്കാം. വെയർ Vd is equal to L by T is the drift speed. Okay. So നമുക്ക് ഈ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് the current is opposite to the drift speed. So electric current is opposite to the drift speed. That gives the direction of current. See, direction of current is actually from positive to negative. So ഇങ്ങോട്ടാണ് direction of current and the drift velocity is opposite to this. അതാണ് നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. യൂഷ്വലി വി ടേക്ക് ദി മാഗ്നിറ്റ്യൂഡ് ഓൺലി. സോ ഐ ഈസ് ഇക്വൽ ടു, വി ക്യാൻ ടേക്ക് ദി മാഗ്നിറ്റ്യൂഡ്. സി എ വി ഇ എൻ, അവൻ എന്ന് പഠിച്ചു, അവൻ. ഓക്കെ, അവൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ വി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് സ്പീഡ്. സോ അവൻ ഈസ് ദി റിലേഷൻ കണക്റ്റിംഗ് കറണ്ട് ആൻഡ് the drift speed. So in this relation you can see that if for a conductor the area is increased, like area is increased, area കൂട്ടുകയാണെങ്കിൽ ശരിക്കും കറണ്ട് സെയിം ആണെങ്കിൽ കറണ്ടിന് മാറ്റമില്ല. അപ്പോൾ ഡ്രിഫ്റ്റ് സ്പീഡ് വി ഈസ് ഈക്വൽ ടു I by AEN. So if area is increased, then drift speed decreases for same current. Okay, and if E and N are constants. Similarly, if the number of electrons per unit volume is increased, കാരണം ഓരോ മെറ്റീരിയലിനും ഓരോ രീതിയിലാണ് അല്ലേ. ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഡെൻസിറ്റി എന്ന് പറയും. നമ്പർ ഡെൻസിറ്റി കോപ്പറിൻ്റെതല്ല, അലുമിനിയത്തിൻ്റെ, അതല്ല അയണിൻ്റെത്, ഓരോന്നിൻ്റെ വ്യത്യാസമുണ്ട്. സോ നമ്പർ ഡെൻസിറ്റി കൂടുന്തോറും ഡ്രിഫ്റ്റ് സ്പീഡ് കുറയും. ഫോർ എ ഗിവൺ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 1 ആമ്പിയർ കറണ്ടാണ് എല്ലാ മെറ്റീരിയൽസിൽ കൂടെയും പാസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഡെൻസിറ്റി ഉള്ളതിൽ ഡ്രിഫ്റ്റ് സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് വെച്ചിരിക്കുക. So this is a relation connecting current and drift speed. Okay, see you.